വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പും ചെറുപയറും കൂടി ഇട്ട ഒരു തോരനാണ്. ഞാനൊരു വാഴക്കൂമ്പ് ഒരെണ്ണം എടുത്തിട്ടുള്ളേ. ഒരു വാഴക്കൂമ്പ് പൊടിയായിട്ട് അരിഞ്ഞ് ഇതുപോലെ വെള്ളത്തിലിട്ടേക്കണം. ഇതിനൊരു കറിയുണ്ട്. അപ്പോൾ കായയാണേലും അല്ലെ വാഴക്കൂമ്പാണേലും പിണ്ടി അതൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതെടുത്താൽ മതി കേട്ടോ. ഒരു ഗ്ലൗസ് കയ്യിലിട്ടിട്ട് ചെയ്താൽ ഉണ്ടല്ലോ കയ്യിൽ കറ പറ്റാതിരിക്കും. ചെറുപയർ ഞാനിവിടെ ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുവാണേ. ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു കിട്ടണ്ടേ. ഇതങ്ങനെ വേവിക്കരുത്, ഇതുപോലെ അധികം വേകാതെ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വിസിലാണ് എടുത്തേക്കുന്നത്. കുക്കറിൽ 1 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 10-12 കാന്താരി മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. കാന്താരി ഇല്ലാത്തൊരു പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള 3-4 പച്ചമുളക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ പയറൊക്കെ പുഴുങ്ങി ഇതൊന്ന് അരിഞ്ഞും കൂടെ കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് തോരനുണ്ടാക്കാം. ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാവേ. നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ. ആ കടുക് പൊട്ടി ഒന്ന് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്ന് ഇറങ്ങണേ. അന്നേരം ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ കൂമ്പും ഈ പയറും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചിട്ട് അവസാനം കടുക് വറുത്താലും മതി. പിന്നെ ഇങ്ങനെ നമുക്ക് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പം മിക്കവാറും അധികം വേവൊന്നും ഇല്ലാത്ത ടൈപ്പ് തോരനൊക്കെ വെക്കുമ്പോൾ കടുക് പൊട്ടിച്ചങ്ങ് ഇട്ടേക്കുവേ. വറ്റൽമുളക് ഇതിൻ്റെ കൂടെ ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ വറ്റൽമുളകും കൂടി ഇട്ടാക്കണേ. നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഈ തേങ്ങയും കൂടെ ചേർത്ത്, ഇതൊട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ചതയ്ക്കാൻ വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിങ്ങ് എടുത്താൽ മതി. എന്നിട്ട് ഈ അരപ്പൊന്ന് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കണേ. ഒരു സ്വല്പം വെള്ളം ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇതിനകത്തങ്ങ് ചേർത്ത് കൊടുക്കും. ഇതിനകത്തിരിക്കുന്ന ഈ അരപ്പെല്ലാം ഇങ്ങനെ പോരണ്ടേ. ഇനി നമുക്ക് ആവശ്യത്തിന്, അതായത് നമ്മൾ ചെറുപയർ ചേർത്തപ്പോൾ ഉപ്പിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ വാഴക്കൂപ്പിന് ആവശ്യമായിട്ടുള്ളതും ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ, അല്ലെ ഉപ്പ് കൂടിപ്പോകും കേട്ടോ. ഇനി നമ്മൾ ഈ വാഴക്കൂമ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യണം കേട്ടോ. ഇനി ഇതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആയത് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തന്നെ സാധനങ്ങൾ വെച്ച് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാമെങ്കിലുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുവേ. ഇനി ഇതൊന്ന് നമുക്ക് അരപ്പൊക്കെ ചേർത്ത്, അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, ഇതിനധികം വേവൊന്നുമില്ല കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. ഹൈ ഫ്ലെയിം ഒന്നും വെക്കല്ലേ, ഒരു മീഡിയം ഫ്ലെയിം മതി. ഇതിവിടെ വെച്ചിട്ട് ഒരു 4 മിനിറ്റായേ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചായിരുന്നു വേവിച്ചതേ. ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. സമയം നമ്മളൊന്ന് ഉപ്പൊക്കെ നോക്കിക്കോണേ. ഇനി നമുക്ക് ഈ ചെറുപയർ പുഴുങ്ങിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം സിമ്മിൽ വെച്ചേക്കുക ഫ്ലെയിം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ചെറുപയറും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റും കൂടെ സിമ്മിൽ വെച്ചൊന്ന് വേവിക്കണേ. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് 2-3 മിനിറ്റും കൂടെ ഒന്ന് ഇരിക്കട്ടെ. നേരത്തെ നല്ലപോലെ ആ ചെറുപയറിലും ഒക്കെ ആ ഒരു അരപ്പൊക്കെ പറ്റി അതിൻ്റെ എരിവൊക്കെ കയറി നല്ല സെറ്റായിട്ട് വരും കേട്ടോ. നമ്മളിതിപ്പം ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റായേ. നമുക്കിത് തുറന്ന് നോക്കാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം ഒന്ന് ഡ്രൈ ആയി ഒന്ന് കിട്ടിയാൽ മതി. ഫ്ലെയിം ഒരു സ്വല്പം ഒന്ന് കൂട്ടി കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഇത് ഡ്രൈ ആക്കി എടുക്കണേ. ചെറുപയർ എന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ്. പിന്നെ പ്രോട്ടീനും ഫൈബറും കൂടെ ചേരുമ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാകും ഇത് കേട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നമ്മളിപ്പം കാർബോഹൈഡ്രേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കണമെന്നൊക്കെ പറയുമല്ലോ. അപ്പം നമുക്ക് ഒരു നേരം ഇതൊരു ബൗൾ കഴിച്ചാൽ വളരെ ഹെൽത്തിയാണ് കേട്ടോ. നല്ല പ്രോട്ടീനും കിട്ടും, ഫൈബറും കിട്ടും. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ വളരെ നന്നായിട്ട് ചേർന്ന് പോകും. ഇതിൻ്റെ കൂടെ രസം നല്ല കോമ്പിനേഷൻ ആയിരിക്കും. രസത്തിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് നിർത്തിയേക്കാവേ. ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണേ. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് ചെറുപയർ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകും. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്